എല്ലാവർക്കും നമസ്കാരം. ഭഗവത്ഗീത സംഗ്രഹം അധ്യായം 2 സാംഖ്യയോഗം ഭാഗം 5. സമർപ്പണം ശ്രീ PMN നമ്പൂതിരി. അവതരണം ഗീതാ കെ നമ്പൂതിരി. എഡിറ്റിംഗ് വിദ്യ. ഭഗവാൻ പറഞ്ഞു, അർത്ഥവാദങ്ങളെ സത്യങ്ങളായി എണ്ണി ക്രിയാബാഹുലമായ യാഗാദി കർമ്മങ്ങളിൽ ഏർപ്പെടുന്ന മൂഢബുദ്ധികൾക്ക് നിഷ്കാർമ്മ കർമാനുഷ്ഠാനവും ജീവിത ലക്ഷ്യപ്രാപ്തിയും അസാധ്യമായി തീരുന്നു. അവരുടെ ബുദ്ധിക്ക് ഏകാഗ്രത ഉണ്ടാവുകയില്ല. മാത്രമല്ല, വേദവിഹിതങ്ങളായ കർമ്മ പദ്ധതികളെല്ലാം സത്വരജസ്തമോ ഗുണങ്ങളെ വിഷയമാക്കിയിട്ടുള്ളവയാണ്. അതായത് ത്രിഗുണാത്മകമായ സംസാരത്തെ നിലനിർത്തുവാനുള്ളവയാണ്. അജ്ഞാനികളായ മൂഢന്മാർ മാത്രമേ അവയിൽ ഭ്രമിക്കുകയുള്ളൂ. അതുകൊണ്ട് അർജുന, നീ അത്തരം കർമ്മമാർഗങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞുമാറി 3 ഗുണങ്ങൾക്കും അതീതനായി തീരുക. സുഖദുഃഖാദി ഭാവനകൾ കൂടാതെ നിത്യമായ പരമാർത്ഥ വസ്തുവിൽ ഉറച്ചു നിൽക്കുക. ബാഹ്യവസ്തുക്കളെ പ്രാപിക്കുന്നതിനോ പ്രാപിച്ചതിനെ രക്ഷിക്കുന്നതിനോ നീ ആഗ്രഹിക്കരുത്. ജാഗ്രതയോടുകൂടി ഇരിക്കുക. നിഷ്കാമ കർമാനുഷ്ഠാന ദ്വാര ആത്മജ്ഞാനം സിദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ വൈദിക കർമ്മ മാർഗങ്ങളിൽ നിന്നുണ്ടാകുന്ന പരിമിതമായ ജ്ഞാനം നിരൂപയോഗവും നിഷ്ഫലവുമാകുന്നു. എല്ലായിടവും വെള്ളം നിറഞ്ഞു കവിഞ്ഞൊഴുകുമ്പോൾ കിണർ, കുളം മുതലായ ചെറിയ ജലാശയങ്ങൾ കൊണ്ട് ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ? ഭഗവാൻ തുടർന്നും പറയാൻ തുടങ്ങി, അല്ലയോ അർജുന, കർമ്മയോഗത്തിൽ കർമ്മങ്ങളെല്ലാം കർത്തവ്യങ്ങൾ എന്ന നിലയിൽ അനുഷ്ഠിക്കാനേ നിനക്ക് അധികാരമുള്ളൂ. ഫലം ലഭിക്കട്ടെ ലഭിക്കാതിരിക്കട്ടെ, അതിനെപ്പറ്റി ചിന്തിക്കരുത്. ഫലത്തെ പ്രതീക്ഷിക്കുമ്പോഴാണ് കർമ്മം ബന്ധകാരണമാകുന്നത്. ഫലമില്ലാത്ത എന്തിന് കർമ്മം ചെയ്യുന്നുവെന്ന് വിചാരിച്ച് കർമ്മ വിമുഖനായി തീരുകയും അരുത്. ഫലം പ്രപിച്ചാലും ഇല്ലെങ്കിലും മനോവൃത്തികളെ സമനിലയിൽ നിരോധിച്ചു നിർത്തുന്നതാണ് യോഗത്തിന്റെ ലക്ഷണം. ആ സമത്വബുദ്ധിയോടുകൂടി യാതൊരു ആസക്തിയും കൂടാതെ കർമ്മയോഗിയുടെ നിലയിൽ നീ കർമ്മങ്ങൾ അനുഷ്ഠിക്കൂ. സ്വാർത്ഥ സുഖത്തിനു വേണ്ടിയുള്ള കർമ്മം സമത്വ ബുദ്ധിയോടുകൂടിയുള്ള കർമ്മത്തെക്കാൾ വളരെ അധമമായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരിക്കലും നീ ഫലേച്ഛയ്ക്ക് അധീനനാകരുത്. അങ്ങനെ അധീനരാകുന്നവരാണ് സംസാരത്തിൽപ്പെട്ട് കഷ്ടപ്പെടുന്നത്. ഫലത്തിൽ ആസക്തി കൂടാതെ സമത്വ ബുദ്ധിയോടുകൂടി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ കർമ്മഫലമായ പുണ്യപാപങ്ങളിൽ നിന്നെല്ലാം വിമുക്തരായി ആത്മജ്ഞാനം നേടി മോക്ഷത്തിന് അർഹരായി തീരുന്നു. അങ്ങനെ പരമലക്ഷ്യ പ്രാപ്തിക്കുതകത്തക്ക വണ്ണം കർമ്മം ചെയ്യുന്നതിലുള്ള കുശലതയെയാണ് കർമ്മയോഗമെന്ന് പറയുന്നത്. കർമ്മയോഗാനുഷ്ഠാനത്തിന്റെ ഫലമായി ശുദ്ധമായി തീരുന്ന നിന്റെ മനസ്സിൽ നിന്ന് മോഹരൂപമായ കാലുഷ്യം പോകുമ്പോൾ വേദത്തിൽ നിന്ന് അറിഞ്ഞതും അറിയേണ്ടതുമായ എല്ലാ വിഷയങ്ങളിലും നിനക്ക് വൈരാഗ്യമുണ്ടാകും. ലൗകികങ്ങളും വൈദികങ്ങളുമായ ധർമ്മോപദേശങ്ങളെ കൊണ്ട് ഭ്രമിച്ചുപോയ നിന്റെ മനസ്സ് എപ്പോൾ ധ്യാന മണ്ഡലത്തിൽ ഏകാഗ്ര കൊണ്ട് നിശ്ചലമായി തീരുന്നു, അപ്പോൾ നിനക്ക് യോഗനിഷ്ഠയുണ്ടാകും. പല വിഷയങ്ങളിൽ പതറുന്ന മനസ്സിനെ ആത്മാഭിമുഖമാക്കി തീർക്കുവാനുള്ള ഉപദേശങ്ങൾ കേട്ടപ്പോൾ തന്റെ മനസ്സിലൊരിച്ച ഒരു സംശയം ഈ സമയത്ത് അർജുനൻ ഭഗവാനോട് ചോദിച്ചു. അല്ലയോ കേശവ, സമാധിയിൽ ചിത്തം ഏകാഗ്രമായിരിക്കുന്ന സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം എന്താണ്? അയാളുടെ സംഭാഷണവും സ്ഥിതിവിഗതികളും പെരുമാറ്റവും എല്ലാം എങ്ങനെ ഇരിക്കും? അത് കേട്ട് ഭഗവാൻ പറഞ്ഞു, അല്ലയോ പാർത്ഥ, സ്ഥിതിപ്രജ്ഞന്റെ ലക്ഷണം ഞാൻ നിനക്ക് വിവരിച്ചു തരാം, കേട്ടോളൂ.
മനസ്സിൽ അടഞ്ഞു കൂടിയിട്ടുള്ള ആഗ്രഹങ്ങളെ എല്ലാം അകറ്റി ആരാണോ ആത്മാവ് കൊണ്ട് ആത്മാവിൽ ആനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അവനാണ് സ്ഥിതപ്രജ്ഞൻ. ദുഃഖങ്ങളിൽ ക്ഷോഭമോ സുഖങ്ങളിൽ ആഗ്രഹമോ അവനുണ്ടാവുകയില്ല. രാഗം, ഭയം, ക്രോധം മുതലായ വികാരങ്ങളൊന്നും അവനെ ബാധിക്കുകയില്ല. ഒരിടത്തും ആരോടും അവന് വിശേഷ സ്നേഹം തോന്നുകയില്ല. നന്മയിൽ സന്തോഷമോ തിന്മയിൽ ദേഷ്യമോ അവനിൽ കാണുകയില്ല. സ്ഥിതപ്രജ്ഞന്റെ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ പ്രവർത്തിക്കുമെങ്കിലും ലേശം പോലും വിഷയബന്ധം ഉണ്ടാകുമെന്ന് സംശയം തോന്നുകയാണെങ്കിൽ ഉടനെ അവയിൽ നിന്ന് പിൻവലിക്കപ്പെടുന്നു. അവ തന്റെ അവയവങ്ങളെ പുറത്തേക്ക് എടുക്കുന്നുണ്ടെങ്കിലും അപകടത്തിന്റെ സൂചന കാണുമ്പോൾ ഉടനെ അവയെ അകത്തേക്ക് വലിക്കാറുണ്ടല്ലോ. അതുപോലെ തന്നെയാകുന്നു യോഗികളുടെ ഇന്ദ്രിയ വ്യാപാരവും. ആഹാരം കഴിക്കാതെ പട്ടിണി കിടക്കുന്ന ഒരുവന്റെ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളിൽ നിന്ന് പിന്തിരിയുന്നുണ്ട്. പക്ഷേ വിഷയാഭിലാഷം അവനെ വിട്ടുവരികയില്ല. എന്നാൽ സ്ഥിതപ്രജ്ഞൻ ആത്മതത്വം സാക്ഷാത്കരിച്ചവനായതുകൊണ്ട് വിഷയങ്ങളിലുള്ള സുഖാഭിലാഷം പോലും അവൻ ഉണ്ടാകുന്നില്ല. ഇതിന്റെ തുടർന്നുള്ള ഭാഗം അടുത്തയാഴ്ച. ഹരി ഓം. നന്ദി, നമസ്കാരം.